നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഇനി മുതൽ സ്കൂളിൽ ടൂർ പോകുമ്പോൾ എല്ലാ കുട്ടികളെയും കൊണ്ടുപോവുക, ടൂറിന് കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ ടൂർ പോകണ്ട എന്നുള്ളൊരു പ്രസ്താവന പുള്ളി ഉന്നയിച്ചിട്ടുണ്ട്. അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക, ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ പഠനകാലത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും ഒരു ടൂറിന്റെ ഭാഗം കഴിഞ്ഞിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അത്യാവശ്യം സാമാന്യ സാമ്പത്തിക ചുറ്റുപാടുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു എൻ്റെ. അപ്പോൾ ആ ടൈമിൽ ക്ലാസ്സിൽ നിന്ന് ടൂർ പോകുമ്പോഴത്തേക്കും നമുക്ക് പോകാനായിട്ട് ആ സമയത്ത് സാധിച്ചിട്ടില്ല. നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും ശരി, ആ തുക കണ്ടെത്താനായിട്ട് അല്ലെ അച്ഛൻ കഷ്ടപ്പെടണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് നമുക്ക് ആ ടൂർ എന്ന് പറഞ്ഞാൽ അല്ലെ ടൂർ പോകുന്ന ആ ദിവസങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്ന അവധിയായിട്ട് മാത്രം ആഘോഷിച്ചിരുന്നതാണ്. ആ സമയത്ത് അതിനെക്കുറിച്ച് ആരോടും പരാതി പറഞ്ഞിട്ടില്ല, തോന്നിയിട്ടുമില്ല. പക്ഷെ ആ ടൈമിൽ ക്ലാസ്സിൽ ഒരു ടൂർ പോകുന്നതിന് മുന്നോടിയായിട്ട് നടക്കുന്ന കുറെ ഉത്സവങ്ങളുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടുകൊണ്ട് വളരെ സങ്കടത്തോടെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. നമുക്ക് അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ പോകുന്നില്ല ക്ലാസ്സിൽ. അങ്ങനത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു വന്ന ഈ കാലഘട്ടത്തിൽ നമ്മെപ്പോലെ തന്നെ മാറി നിൽക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂടെ മാറിയിരുന്ന് നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പരാതി പറയുന്നതിന് പകരം നമ്മൾ ആ സമയത്ത് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള എൻജോയ്മെന്റ് കാണുകയാണ് ചെയ്തത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അങ്ങനെ എല്ലാവരും കൂടി പോകുമ്പോഴത്തേക്കും ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു കൂട്ടർ അടുത്തിരുന്ന് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഇന്നിപ്പോ കുറച്ചുകൂടെ എല്ലാം വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. അവർ പോകുന്നതിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ യൂട്യൂബും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ആ കഥകളും പറഞ്ഞ് ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്കും ആ പോകാൻ പറ്റാത്ത ഒരു വിഭാഗത്തിന്റെ മനസ്സിലെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്ന് നമ്മൾ നമ്മുടെ സാമ്പത്തിക ചുറ്റുപാട് മനസ്സിലാക്കാനുള്ള ആ ഒരു പക്വത ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം നമുക്കതൊരു വിഷമമായി തോന്നിയില്ല. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് കളിചിരിയോടുകൂടി തന്നെ അതങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഒരു +2 ടൈം അല്ല, ഞാൻ ഡിഗ്രി ടൈം ആയ ടൈമിലാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോയി ഈ പറയുന്ന രീതിയിൽ പഠിക്കാനും കൂടെ പോയിരുന്നത്. കാരണം ഞാൻ സ്വന്തമായി പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കോളേജിൽ നിന്ന് പോലും ടൂർ പോകുന്നത്. ആ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ ടൂർ എന്താണ്, ആ ടൈമിലുള്ള ഒരു സംഭവങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയത്. ഈ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അച്ഛനെ അമ്മയെ ആശ്രയിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ അവരത് സഹിക്കാൻ പറ്റും? അപ്പം പുള്ളി ഈ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയാ സന്തോഷം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിൽ പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ ബാക്കിയുള്ളവരെ കൊണ്ടുപോയില്ല, പോകാൻ കഴിയാത്തവരെ കൊണ്ടുപോയില്ലെങ്കിൽ പോകണ്ടെന്നുള്ള സംഭവം സത്യം. അപ്പൊ ടീച്ചർമാരാണെന്നുണ്ടെങ്കിലും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിൽ വരുന്നവർ അത്യാവശ്യം സാമ്പത്തികമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഒന്നൊരു ഷെയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ശരി, ഈ കൊണ്ടുപോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ മാറി നിൽക്കുന്ന കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ ടൂർ പോകുന്ന സമയത്തുള്ള ആ ഒരു പ്ലാനിങ് ഉണ്ട്, അത് കാണേണ്ട ഒരു വിഷമം. അതിനുശേഷം ടൂർ പോയിട്ട് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കൂടെ ആ പറയുന്ന ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പോകാത്തവന്റെ മാനസികാവസ്ഥ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടോ? ഇല്ല. അവൻ ചിരിച്ചോണ്ട് അതെല്ലാം കഥകളെല്ലാം കേൾക്കുവാണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഉള്ളിൽ ദേഷ്യമായിരിക്കും. ഞാൻ ഈ പറയുന്ന രീതിയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ പോലും അന്ന് വീഗാലാൻഡിൽ പോയിട്ട് വന്ന കാര്യമാണ്. ഞാൻ 3ൽ പഠിക്കുമ്പോൾ ആ ടൈമിൽ പോയിട്ട് വന്ന എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ടീച്ചർ പറഞ്ഞപ്പോഴും നമ്മൾ എന്താ പറയുക, അത് വിഷമത്തോടെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് പോകാനായില്ലല്ലോ അന്ന് ഓർത്തപ്പോഴത്തേക്കും സങ്കടം വന്നത്. എൻ്റെ പേഴ്സണലി ഉള്ള ഇതാ പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ടൂർ പോകാൻ ആരൊക്കെ ഉണ്ട് എന്ന് ടീച്ചറിന്റെ കണക്കെടുപ്പ് മുതൽ അവന്റെ മനസ്സിലേക്ക് വിഷമം വന്നുകൊണ്ടിരിക്കുക. അതിനുശേഷം അവരുടെ പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളും വെച്ച് അത് കഴിഞ്ഞ് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതേക്കുറിച്ചുള്ള കഥകളും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിലും വേദന എന്നും വേദന ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഈ ഒരു തീരുമാനം സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു തീരുമാനം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള നല്ല തീരുമാനങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ശരിക്കും പറഞ്ഞാൽ ആശംസിക്കുന്നു.